നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യുവത്വം ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയാണ്. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഒരു വ്യത്യാസവും തന്നെ ഇല്ലാതെ. ഇതിനെതിരെ ഇനി വരാൻ പോകുന്ന തലമുറയെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ജനങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നും നമുക്ക് ചോദിച്ചറിയാം. അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ നാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളിയിക്കവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, കൈരളി കോളേജ് ഊരൻവിള ആൻഡ് വ്ലാത്താങ്കര, മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ നേറ്റിങ്കര. ഉൽപാദനം കുറച്ചാൽ പോലെ സെയിൽ ചെയ്യുന്ന കുറച്ചാൽ പോലെ ഇത് കിട്ടാനുള്ള അവസരങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. വിപണിയിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല അല്ലെ? ഒരിക്കലും സർക്കാർ ബോധവൽക്കരണേ പറ്റുള്ളൂ. ബോധവൽക്കരണം സ്കൂൾ തലത്തോട്ട് ബോധവൽക്കരണം ചെയ്യുക, അതേ പറ്റുള്ളൂ. നമ്മൾ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം കോമൺ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്ത് വരെയാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും കോളേജ്, സ്കൂൾസ്, അതിന്റെ ഫ്രണ്ടിലൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ കൂടുതലും ഈ നമ്മുടെ ഈ ഒരു പോലീസുകാർ കൂടുതൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതെല്ലാം എന്താ പറയാ, ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് പോലത്തുള്ള മിഠായിസ്, അല്ലെങ്കിൽ അത് വലിയ ബ്രാൻഡഡ് അല്ലാത്ത ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അതൊക്കെ ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്ത് ഒരുപാട് ഡ്രഗ്സിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ? ഇപ്പൊ ഇനി വരും തലമുറ ഇനി ഇതിനേക്കാളും അപ്പുറം ആകാൻ ഒരിക്കലും പാടില്ല അല്ലെ? ഇപ്പം കോമൺ ആയിട്ട് ഇപ്പോ ബാറിലൊക്കെ ഇപ്പൊ ലേഡീസ് ഒക്കെ എന്താ പറയാ കോമൺ ആയിട്ട് പോയി കഴിക്കുകയാണ്. പണ്ടത്തെ ഒരുപാട് എന്താ പറയാ ഫ്രീഡംസ് അവർക്ക് കിട്ടുന്നുണ്ട്. വീട്ടുകാരെല്ലാം ഇപ്പം എന്താ പറയാ ചില്ലായിട്ട് കാണുകയാണ്. അപ്പൊ ഇനി ഒപ്പീനിയൻ ഇനി ഇങ്ങനെ പോയാൽ മതിയാവും. പിന്നെ ലഭ്യത കുറയ്ക്കുകയാണ് മെയിൻ കാര്യം. പിന്നെ ഉള്ള ബോധവൽക്കരണേ ഉള്ളൂ. സ്കൂൾ തലം തൊട്ട് ബോധവൽക്കരണം ചെയ്യുക. പിന്നെ അതല്ല വേറെ ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെയും അല്ലെ നിയന്ത്രിക്കാൻ പറ്റില്ല. എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് വേറെ ആൾക്ക് കൂടുതൽ സപ്ലൈ ചെയ്യും. നമുക്ക് കഴിക്കാനുള്ള ടെൻഡൻസി കൂടും. നമ്മൾ നിയന്ത്രണം വെക്കാൻ കൊള്ളും, ടെൻഡൻസി കൂടും കഴിക്കാനുള്ള. അതേ ഉള്ളൂ. ബോധവൽക്കരണം കുട്ടികൾക്ക് സ്കൂളിൽ തൊട്ട് മാതാപിതാക്കൾ കൊടുക്കണം, സ്കൂളിലും കൊടുക്കണം. എപ്പോഴേ ഈ കുട്ടികൾ വളർന്നു വരുന്ന പിള്ളേരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അവർ കോളേജിലൊക്കെ എത്തുമ്പോഴത്തേന് അവർ നല്ല ഒരു കൺട്രോൾഡാണ്. അതാണ് കാരണം ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് അവർ സ്വയം മറന്നു പോവാണ്. അവരെന്തൊക്കെ ചെയ്ത് കാണിക്കുന്നു എന്ന് അറിയാൻ പറ്റില്ല. കൊച്ചു ജൂനിയർ ക്ലാസ്സിൽ തൊട്ട് നമ്മൾ ബോധവൽക്കരണം ചെയ്യുക. പിള്ളേരെ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വരണം. അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവരുടെ കൂടെ ഇടപെട്ട് അല്ല, മനുഷ്യന് ബോധമില്ലാതെ വരികയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്ന് അവന് ഓർമ്മയില്ല. ഇപ്പൊ ഒരുപാട് റാപ്പിംഗ് കേസുകളായാലും ഒരുപാട് വരുന്നത് ചിലപ്പോൾ ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഒരുപാട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. സ്കൂൾ, ഞാൻ പറയുന്ന സ്കൂള്, പിന്നെ അധ്യാപകര് എല്ലാവരും കൂടെ അതിനെ ബോധവൽക്കരിച്ചു കൊണ്ടുവരണമെന്നാണ് ഏറ്റവും നല്ല ഇതായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതാ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് അല്ലെ? എന്നാൽ ഇനി വരും തലമുറയെ നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും അല്ലെ? ഈ ഒരു ബോധവൽക്കരണം ഈ ഇങ്ങനെ കുറെ പോയി അവരെ മാറ്റാവും നോക്കുക എന്നുള്ളേ ഉള്ളൂ. പിന്നെ അത് പോലീസും ബാക്കിയുള്ളവരും വലിയ മുതിർന്ന ആൾക്കാർ മാറ്റണം. പിന്നെ അവരൊക്കെ വേണം. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പോഴും ഉപയോഗിക്കുന്ന ഡ്രഗ്സ് കൂടി വരുമെന്നാണോ കുറഞ്ഞു വരും ആൾക്കാർ എല്ലാവരും കൂടെ അതിനും അതെല്ലാം അല്ലെ? അതിന്റെ ഒരു ഫെസിലിറ്റീസ് ഒക്കെ നമ്മുടെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ ചെയ്യണം. അതുപോലെ സ്കൂളിൽ നല്ല ഇത് വേണം. പിന്നെ മാതാപിതാക്കളും പേരൻസ് എല്ലാം. കാരണം ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരെ പിടിച്ചാൽ നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഉണ്ടായിരുന്ന എത്ര കൺട്രോൾ ആയേനെ. ഈ ഒരു ബോധവൽക്കരണം മാത്രം മതിയെങ്കിലും നല്ല രീതിയിലാക്കി എടുക്കുകയാണ്. കാരണം ഈ ഇപ്പോഴത്തെ ജനറേഷൻ ഫുൾ ഡ്രഗ്സ് ആകുമ്പോൾ ഇനി അവരുടെ കുട്ടികൾ ഇനി വരും തലമുറയിൽ എനിക്ക് തോന്നുന്നില്ല അവരുടെ കുട്ടികളെ അങ്ങനെ ആക്കാൻ അവർ നോക്കത്തില്ല. മറ്റുള്ള കുട്ടികളെ പിടിക്കുക, ഇത് ബിസിനസ് ആക്കുക. ബിസിനസ് ഇത് മെയിൻ ബിസിനസ് ആക്കി മാറ്റിയിരിക്കുകയാണ് അല്ലെ? കോളേജിൽ എങ്ങനെ നമ്മൾ ബോധവൽക്കരണം കൊടുത്താലും അവർ പോകേണ്ട വഴിയിൽ അവർ പോകും. നമുക്ക് ഏത് സമയവും നമുക്ക് സ്കൂളിൽ, വീട്ടില് നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയായിരുന്നാലും നമ്മൾ അവരെ സ്കൂളിലോട്ട് വിടും. നമുക്ക് എന്നും വീട്ടിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല, സ്കൂളിലോട്ട് വിടും. ഇതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞവരെ എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? സ്വയം അവർ തന്നെ തീരുമാനിക്കണം ഞാൻ നന്നാവണം. ഈ കഞ്ചാവിന് അടിമയായി കഴിയുന്നവര് നമ്മൾ പറഞ്ഞു തിരുത്തുന്നതിനെക്കാട്ടിലും അവർ സ്വയം പതുക്കെ വരണം. നമ്മൾ പറഞ്ഞു കൊടുക്കും, നമ്മൾ കുറേശ്ശെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ അതിലും നല്ല ഇത്, ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങളുടെ ഒരു മകൻ തന്നെ ഇതിലോട്ട് പോയി. പക്ഷേ എങ്കിൽ ആ കുട്ടി അതിന്ന് പതുക്കെ തിരിച്ചു വന്ന് ഇപ്പൊ അത് കംപ്ലീറ്റ് 23-ാമത്തെ വയസ്സിൽ ആ കുട്ടി കംപ്ലീറ്റ് അതൊന്ന് മാറുകയാണ് ചെയ്തത്. ഞങ്ങളാരും പറഞ്ഞോണ്ടല്ല, ആ വ്യക്തി പറഞ്ഞ എന്തെന്ന് പറഞ്ഞാല് ഞാൻ വിചാരിക്കണം ഞാൻ നന്നാവണമെന്ന്. മറ്റുള്ളവരല്ല എന്നോട് പറയുന്നത്. എങ്കിൽ ഞാൻ ഒന്നുകൂടെ ഈ അഴുക്കിലോട്ട് പോകത്തേ ഉള്ളൂ. ഞാൻ സ്വയം തീരുമാനിക്കണം. അങ്ങനെ ഞാൻ നന്നായി വന്നതാണ്. മറ്റുള്ളവർ പറഞ്ഞു ഇതുപോലെ എല്ലാവരും ചിന്തിച്ചാൽ ഈ ഒരു നന്നാവും. കാരണം ഒരു പ്രായത്തിന്റെ ഒരു പക്വത ഇല്ലായ്മയാണ് ഈ ഇതിലോട്ട് കൊണ്ടുപോകുന്നത്. ഫ്രണ്ട്ഷിപ്പ്
ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നല്ലൊരു കുടുംബത്തിൽ നിന്നായിരിക്കും നമ്മളൊരു മകനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്, സ്കൂളിലോട്ട് പറയും. പക്ഷെ അവിടെ 2-3 പേര് ഇതിന് അടിമ ആയിട്ട് കഴിയുമ്പോൾ ഈ കുട്ടിയും കൂടെ ആ കൂട്ടത്തിൽ പോയി നിർബന്ധിച്ച് അതിനെ കൊണ്ട് ലഹരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പോയി കാവലിരിക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റത്തില്ല. അപ്പൊ അത് അങ്ങനെയൊക്കെ ആയി പോകുന്നതാണ്. എല്ലാവരും എല്ലാ മക്കളെയും ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന അങ്ങനെ അവർ അല്പനേരത്തേക്കുള്ള ഒരു സുഖമായിരിക്കാം അവര് ആഗ്രഹിക്കുന്നത്. പിന്നെ അത് അവര് അതിലോട്ട് അങ്ങ് വീണു പോവുകയാണ്. എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടില് അവരെ കെയർ ചെയ്യാനായിട്ട് പാരന്റ്സ് സമയമില്ല. ജോലി തിരക്ക്, ആ തിരക്ക്, ഈ തിരക്ക്, അങ്ങനെയൊക്കെ അവർ പോവുക. അതെ അതെ. അപ്പോ അവർക്ക് ആ സ്നേഹം കിട്ടുന്നില്ല, പാരന്റ്സിൽ നിന്ന് ആ സ്നേഹം അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? വേറെ അപ്പൊ ഇതാവുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സുഖം കിട്ടും. ആ പാരന്റ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹമല്ല അവർക്ക് അതിൽ നിന്ന് കിട്ടുകയാണ്. അതെ അതെ. അപ്പൊ അവര് കൂടുതൽ അതിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ പാരന്റ്സ് തന്നെയാണ് ഒന്നില് അവരെ മാറ്റേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ അടിപ്പെട്ട് പോയവർക്ക് ചികിത്സയും മറ്റും ഒന്നും കൗൺസിലിങ്ങോ അതൊന്നും ഇല്ലാതെ അവർ സ്വയം തിരുന്തി വരുന്നതാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് പറയാൻ. പറയുന്നത് ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം അവർ തന്നെയാണ് ഫുള്ളും ഡിമാൻഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം അത് സ്റ്റോപ്പ് ആക്കണം. കാരണം ഒരുത്തർ ലഹരി ഒരു ട്രിഗർ ആവണം. അല്ലാതെ അവിടെ നിന്ന് ഗവൺമെന്റ് തന്നെ ഫുള്ളും ഇങ്ങോട്ട് തന്നത് ഇത് കൊടുക്കണമെന്നുണ്ട്. അവർ ഗവൺമെന്റിന് തരുന്നതിന് അവർ തന്നെ ബാൻ ചെയ്യും. അതായത് അവർ തന്നെ യൂസ് ചെയ്യാൻ പറ്റും, അവർ തന്നെ ഇല്ലീഗലായിട്ട് ഇതാക്കും. അപ്പോൾ അതായത് നമ്മുടെ കാര്യം നോക്കുക. അതിപ്പോൾ നമ്മൾ ഗവൺമെന്റ് എതിർത്താലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഒരു സമൂഹം നമ്മളെ ട്രിഗർ ചെയ്ത് ഇങ്ങനെ ആക്കാണ്. അതിന് ഗവൺമെന്റ് കൂടെയാണ് സപ്പോർട്ട്. അതിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൊരു മേജർ റീസൺ ഗവൺമെന്റ് തന്നെ ആയിരിക്കും. കാരണം സപ്ലൈ അവരുടെ കയ്യിലാണല്ലോ. എന്താ ഇപ്പോൾ ആൽക്കോഹോൾ ആയാലും ശരി, ഡ്രഗ്സ് ആയാലും ശരി, ഇതൊക്കെ എവിടെ നിന്ന് സപ്ലൈ വരുന്നത്? ഡൽഹിയിൽ നിന്നും മറ്റു ഗുജറാത്തിൽ നിന്നും ഈ സംഭവങ്ങളിലൊക്കെ മയക്കുമരുന്നുകൾ ഫുള്ളും അവിടെ നിന്നാണ്. അതുകൊണ്ട് സപ്ലൈ ആദ്യം കട്ടാക്കണം. അപ്പോഴേ നമ്മുടെ നാട് നന്നാവത്തുള്ളൂ. നിർത്തലാക്കാൻ പറ്റുക ഇപ്പോൾ ഓരോ ഗവൺമെന്റും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് നമ്മുടെ സജഷൻസ് പറയാനേ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചോദ്യം ചെയ്താലും നമ്മൾ എവിടേക്ക് എത്തത്തില്ല. കാരണം വി ആർ ജസ്റ്റ് ഓർഡിനറി പേഴ്സൺസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ ഇങ്ങനെ നടക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നടക്കുക. ഡ്രഗ്സ് നമ്മൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിട്ട് നമ്മൾ എന്തായാലും ഒറ്റയ്ക്ക് മോട്ടിവേറ്റ് എന്തായാലും ഉപയോഗിക്കില്ല. ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ്, അല്ലെങ്കിൽ ഫാമിലി അല്ല പ്രോബ്ലംസ്. അതനുസരിച്ച് നമ്മൾ ട്രിഗർ ആയി വേണം. നമ്മൾ ട്രിഗർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതായത് നമ്മൾ എന്തായാലും ഒറ്റയ്ക്ക് എന്തായാലും ഉപയോഗിക്കത്തില്ല. ആരെങ്കിലും ഒരു കൺവിൻസ് വഴി നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് അതനുസരിച്ച് പോകുന്നത് നമ്മുടെ ഫാമിലിയോട് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഫാമിലിന്റെ ബോണ്ട് മിസ്സാക്കുന്നതോടാണ് നമ്മൾ ഫ്രണ്ട്സിലേക്കും മറ്റിതിലേക്കും കെയറിങ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്തായാലും പുറത്തേക്ക് പോകും. നമ്മൾ തേടുന്ന സ്ഥലം പുറത്താകുമ്പോൾ ചിലപ്പോൾ അത് ചീത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കും. അതാണ് നമ്മുടെ ഏതായാലും ശരി. ഇപ്പോൾ അച്ഛനമ്മയാണെങ്കിലും അത്രയ്ക്ക് ടച്ച് ഉണ്ടാവില്ല മക്കളോട്. മെയിൻ റീസൺ അതായത് ഒന്നാമത് അത് നമ്മുടെ ഇത് കിടന്നത് നമ്മുടെ ചിന്തിക്കുന്ന രീതിയാണ്. അത് ഇപ്പോൾ ടെമ്പററി റിലീഫാണ്. അത് ഇപ്പോൾ ഡ്രഗ് യൂസ് അത് ടെമ്പററി റിലീഫ് അവരെ അന്വേഷിച്ചോളം അത് സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ അത് യൂസ് ചെയ്താൽ എത്ര ഡേഞ്ചർ പോകും, അത് സീരിയസ് മാറ്ററിലേക്ക് പോകുന്നത്. പക്ഷെ അവർക്ക് ടെമ്പററി റിലീഫാണ്. ഡ്രഗ്സ് എന്ന സംഭവം ഒരു ടെമ്പററി ഒരു സൊല്യൂഷനാണ്. നമ്മൾ യൂസ് ചെയ്ത് അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതാണ് മേജർ റോള്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഒരു വട്ടം യൂസ് ചെയ്ത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇയേഴ്സ് എടുക്കും അതിന് റിലീഫ് ആവാൻ. നമ്മുടെ സമൂഹം എങ്ങനെയാണ് അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും പറയണം. നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ഇതും ഇങ്ങനെയാണ്. അതിപ്പോ പറയണം, വേറെ രക്ഷയില്ല. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക അല്ലേ? അതെ, സ്റ്റോപ്പ് ചെയ്യുക. അത് നമ്മൾ പറയാം. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന എല്ലാവരും അവരുടെ മാത്രം ഇതല്ല. അത് ഞാൻ കൺഫേം ചെയ്യണം. മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റ് ആവുന്നതുകൊണ്ടാണ് ഡ്രഗ്സിനോട്ടൊക്കെ പോകുന്നത്. അവരുടെ ലോകമേ മാറിപ്പോ. ഇപ്പൊ ഒരു പേരൻസിനോട് സ്നേഹമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത്. മറ്റുള്ള അവരുടെ സുഖം മാത്രം, അവരുടെ നേരത്തേക്ക് വേണ്ടി അല്ലേ, അവരുടെ എൻജോയ്മെന്റ് അവർ മാത്രം എൻജോയ്മെന്റ് ഭവിഷ്യത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. പാരന്റ്സിന്റെ മനോഭാവങ്ങളൊന്നും അവർ ഫീലിങ്സ് ഒന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇന്നത്തെ സമൂഹം അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഇതിൽ നിന്ന് ഇനി വരും തലമുറ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും? കൗൺസിലിംഗ് തന്നെ, നല്ല അവയർനെസ് കൊടുക്കുക. ഫ്രണ്ട്ഷിപ്പ്, അവർക്ക് ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പാണ്. എന്നാൽ നല്ല ഫ്രണ്ട്ഷിപ്പും ചീത്ത ഫ്രണ്ട്ഷിപ്പും ഉള്ള അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ആ ഒരു സ്റ്റേജ് അവരുടെ ഏജ് ആയിരിക്കാം. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് അതിന്റെ ദൂഷ്യവശങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ അവരിങ്ങനെ ഇതിൽ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, കുറെയൊക്കെ ഷോ കാണിക്കാൻ ചെയ്യുന്നവരുണ്ട്, കുറെയൊക്കെ എന്താണ് അറിയാതെ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ഇഷ്യൂസിൽ പെട്ടുപോകുന്നവരുണ്ട്. ഇയാള് തന്നെ ഇപ്പം അതിൽ നിന്ന് മാറ്റിയെടുത്തു എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് അത് മാറ്റിയെടുക്കാൻ സാധിച്ചത്? അതെന്റെ വൈഫിനെ കാരണം മാറിയ. അപ്പൊ
ഇപ്പൊ എല്ലാവരെയും Family പിടിച്ച് ന്ന് പെണ്ണ് കെട്ടിച്ചാൽ പറ്റുമോന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ല. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജ് ലൈഫിലോട്ട് കയറിയപ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. തുടങ്ങിയതാണ്. അത് സ്റ്റോപ്പ് ചെയ്യാൻ നിർത്തിയതാ. സ്റ്റോപ്പ് ചെയ്യാൻ മെഡിസിൻ ആവശ്യം വന്നോ അതോ അല്ല ഇല്ലില്ല. മെഡിസിൻ വൈഫ് തന്നെയായിരുന്നു. അതെ അതെ അല്ലേ? അതെ. അപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത്? അത് എന്തൊക്കെ ദൂഷ്യവശങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം. ഉപയോഗിക്കാതിരിക്കുക. ആ. ഉപയോഗിച്ചാല് ഇപ്പോഴത് തുടക്കത്തിൽ അതിന്റെ വലിയൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ പിന്നെ ആകുമ്പോഴായിരിക്കും നമ്മൾ ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. സർക്കാർ ഒരു പരിധി വരെ ഇപ്പം പുകയില ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ പോരാ, അവര് പരസ്യം വെച്ചാൽ പോരാ അതെ അതെ അല്ലേ? അതെ. അപ്പൊ അത് നിരോധിക്കണം. അത്ര തീർച്ചയായും. ഒരു കൗൺസിലിംഗ് ക്ലാസ് ഇപ്പോൾ കേട്ടെന്ന് കരുതി ആരും നന്നാവാനൊന്നും പോകുന്നത്, അത് അവരവരുടെ മനസ്സ് വിചാരിക്കണം, അല്ലെങ്കിൽ കിട്ടാണ്ടിരിക്കണം. ഇസ് നോട്ട് അറിയാലോ എന്താ ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സ് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആക്ച്വലി ഡ്രഗ്സിന് പകരം വേറെ എന്തെങ്കിലും ബേസിക്കലി സ്പോർട്സ് ആവാം, വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ മാക്സിമം ഇപ്പോൾ ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, പല തരം എന്റർടൈൻമെന്റ്സ് വേറെ നമുക്ക് എന്റർടൈൻമെന്റ്സ് എന്നല്ല, അതായത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ. ആക്ടിവിറ്റീസ് ആയിട്ട് എക്സ്ട്രാ കരിക്കുലർ. അപ്പം ബേസിക്കലി അതിലേക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, ഈ ഡ്രഗ്സ് അവോയ്ഡ് ചെയ്യുക അല്ലേ? ഡ്രഗ്സിലേക്ക് പോവാതിരിക്കുക, പോയവരെ പറഞ്ഞ് പിന്തിരിപ്പിച്ച് അവരെ നമുക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അവരൊക്കെ പറഞ്ഞ് നമുക്ക് ബെറ്റർ കൗൺസിലിംഗ് കൊടുത്ത് അവരെ മാക്സിമം അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എന്തിലേക്കും. ഓക്കെ, എന്നാലും ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്താ പറയാ, അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര കഷ്ടമായിരിക്കും. ഇപ്പൊ ഉണ്ടല്ലോ ഗവൺമെന്റ് ഒരുപാട് കൗൺസിലിംഗ് ഉണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വിഡ്രോവൽസ് ഹെൽത്തി ആയിട്ട് അവരുടെ സപ്പോർട്ട് കൂടി ചെയ്യാനുള്ള പല ഓപ്ഷൻസും നമ്മുടെ ഇപ്പൊ അതെ, അതെ. നമ്മളെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ അപ്പൊ അതെ അതിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനോടെ എല്ലാവരും ഉണ്ട്. അതെ. ബേസിക്കലി നമുക്കുള്ള സപ്പോർട്ട് സിസ്റ്റം, നമ്മളുള്ള ഹെൽത്തും എല്ലാ സിസ്റ്റവും നമ്മളെ സറൗണ്ടിങ്സ് തന്നെ ഉണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഓക്കെ, വീട്ടില് ഫാമിലി ആയിട്ടുള്ള അല്ലേ? അതെ, നല്ല ഫാമിലിയിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കളുണ്ടല്ലോ. ഞങ്ങൾക്കായാലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഒരാൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളിനെ ചൂസ് പോവുക. ചെയ്യുക. അതെ അതെ. നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുക. അതിന്റെ ആവശ്യം വരില്ല. അല്ല, ഈ ഒറ്റയ്ക്ക് അല്ലെ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു മനോഭാവം മാറ്റുക. മാറ്റിയെടുക്കുക. അതെ, ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഒരുപാട് മെന്റലി അല്ലെ, ഫിസിക്കലി മെന്റലി ഒരുപാട് മെന്റലും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലാവാം, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട്, ഫിറ്റ്നസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങള്. കാര്യങ്ങളാവാം. ഒരു ആ, ജോലിയിൽ reading ഉണ്ട്. ഏർപ്പെട്ടാൽ മതിയല്ലോ, അതെ. വേറെ ഒന്നും വേണ്ട. ഒരു ജോലിക്ക് പോയാൽ മതി. അപ്പൊ എന്തെങ്കിലും ജോലിയും അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാമല്ലോ. ഇത് Entertainment തന്നെ ഒരു വഴി അല്ലേ? തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഡാൻസിങ് ആയാലും മ്യൂസിക് ആയാലും അല്ല, അവരിലെ ടാലന്റ് കൊണ്ടുവരുമ്പോ അവർക്ക് മാറ്റാന്നുള്ളതേ ഉള്ളൂ. മാറ്റാന്നുള്ളത്. അപ്പൊ ഇനി വരും തലമുറയ്ക്ക് അല്ലെ നമ്മള് എങ്ങനെയെങ്കിലും സേവ് ചെയ്യുക, ഇവര് അതെ. ഒരിക്കലും ഇനി മുന്നോട്ട് ഇങ്ങനെ പോവുക. പോവാതിരിക്കുക. സർക്കാർ തന്നെ അതിന്റെ യൂസേജ് കുറയാനുള്ള മാർഗങ്ങൾ സർക്കാർ തന്നെ കണ്ടെത്തണം. അവരുടെ ഭാവിക്ക് തന്നെ വിപത്താണ്. അപ്പൊ വിപത്താണ്. അത് മാറ്റിവെച്ചാൽ അവർക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കാം. വീട്ടുകാര് നല്ല രീതിക്ക് നോക്കണം, വളർത്തുന്ന രീതി പോലെ ഇരിക്കും. നമ്മള് പേരൻസ് കുറച്ചും കൂടെ കെയർ എടുത്ത് നോക്കണം, കുട്ടികളെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഡ്രഗ് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ എല്ലാത്തിനും വിട്ടു കഴിഞ്ഞാൽ വഴി തെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരോട് ചെയ്യുന്ന എന്താണ് പറയാനുള്ളത്? അവര് അവരുടെ അച്ഛനമ്മയെ ഓർക്കുക, ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തയല്ലേ. അതെ അതെ നാളെ അവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കണം. അവരുടെ തലമുറ അതോടെ തീരെയല്ലേ. അതെ. അവര് കാരണം, അവരുടെ സന്തോഷം കാരണം അവരുടെ പേരൻസിനും അവരുടെ ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും ഇതിന്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ. എന്നാൽ തനിക്കും നഷ്ടമാണ്. തനിക്കും നഷ്ടമാണ്, ചുറ്റുമുള്ളവർക്കും നഷ്ടമാണ്. നഷ്ടമാണ്. ഇത് കണ്ടിട്ട് ഇപ്പൊ ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് കൂടെ ഉള്ള ഒരാളും ചെയ്യും. അപ്പൊ ഇങ്ങനെ സ്പ്രെഡായി ആ, അപ്പൊ ഇനി വരുന്ന ജനറേഷൻ അല്ലേ നമ്മൾ സേവ് ചെയ്യുക. ജനറേഷനെങ്കിലും ഇനി നല്ല രീതിക്ക് സേവ് ചെയ്ത് മുന്നോട്ട് പോവുക. പേരൻസും കുറച്ച് എല്ലാ കാര്യത്തിനും ഫ്രീ ആയിട്ട് വിടാതെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ചെല്ലം കൊടുക്കാം, പക്ഷെ അമിതമായിട്ട് മക്കൾ നമ്മുടെ നമ്മളതായ പോലെ കണ്ണടച്ച് ഒരുപാട് നമ്മൾ ഫ്രീഡം കൊടുക്കാൻ പാടില്ല. പാടില്ല. എല്ലാത്തിനും എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണം. പിന്നെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അവര് ഇപ്പൊ സൂക്ഷിച്ച പിന്നെ നാളെ ഒരു കാലത്ത് ദുഃഖിക്കണ്ട. ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ ഉപയോഗിക്കാതിരിക്കുക, അതാണ് എന്റെ ഒരു. ഈ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ദൂഷ്യവശങ്ങളാണ് ഉണ്ടാവുന്നത്? അവരുടെ ഹെൽത്തിന് തന്നെ അതൊരു ദോഷമാണ് ഉപയോഗിക്കുന്നവരുടെ. വീട്ടുകാർക്ക് ഇതിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല വീട്ടുകാർ? അത് ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ അവരുടെ ഞാൻ പറയും ഉപയോഗിക്കരുത്, ഇത് ദോഷമാണെന്ന് പറയാം, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, സ്വയം തിരിഞ്ഞു മാറണമെന്നാണ് ഇയാള് പറയുന്നത്. അല്ല, അവരെന്നെ സ്വയം അത് അവരെന്നെ അനുഭവത്തിലൂടെ പഠിച്ച് മാറണമെന്നാണ് എന്റെ. തെറ്റാണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പാരന്റ്സ് അവരെ നോക്കണം, ശ്രദ്ധിക്കണമായിരുന്നു. മോൻ എങ്ങനെ പോണു, ഇല്ല മോള് എങ്ങനെ പോണു, എന്തുകൊണ്ട് ലേറ്റ് ആയിട്ട് വരണം പറഞ്ഞ് നമ്മൾ പാരന്റ്സ് കൊണ്ട് ശ്രദ്ധിച്ചാ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇന്ന് അതാണ് ഇല്ലാത്തത് അല്ലേ? അതിപ്പോ എല്ലാരും ഇപ്പൊ തിരക്കാണ്. അതെ അതെ. ജോലി അച്ഛനായാലും അമ്മനായാലും എല്ലാരും ഭയങ്കര ഒരുമിച്ച് സംസാരിക്കാൻ പോലും ഇല്ല. ഞാൻ ഈ പറയില്ലേ, ഞാൻ ഈ കച്ചവടത്ത് തന്നെ എന്റെ മക്കളുടെ പോലും എനിക്ക് സംസാരിക്കാം. അവര് കോളേജിൽ പോണ്, എന്റെ മോള് വരുമ്പോൾ അമ്മ ഞാൻ എത്തിന്ന് പറയുന്നത്. അപ്പാണ് ഞാൻ അറിയണ 6:30 എത്തിന്ന് പറയുന്നത്. ഞാൻ പോകുമ്പോൾ എന്റെ മോള് ഉറക്കും.
ഞാൻ കച്ചവടം കഴിഞ്ഞ് ഞാൻ 12 മണിക്ക് പോകുമ്പോൾ എന്റെ മോള് കുറയും. ഇതിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പോലും കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇല്ല. പിന്നെ വല്ലപ്പോഴാണ് ഞങ്ങൾ സംസാരിക്കും. പിന്നെ എന്റെ മക്കളെ എന്തുണ്ടെങ്കിലും പറയും. എനിക്ക് ആ ഒരു ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. 2 മക്കളായിരുന്നാലും ഒരു പെണ്ണെ കണ്ടാലും ശരി ഒരു ചെറുക്കനെ കണ്ടാലും ശരി ചിരിച്ചാൽ പോലും എന്റെ കിട്ടുന്ന സമയം ഗ്യാപ്പില്ല അമ്മ ഇന്നിങ്ങനെ നടന്നെന്ന് പറയും. പക്ഷെ അതുകൊണ്ട് എനിക്ക് സ്പേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ കിട്ടിയെങ്കിൽ ഇതെല്ലാം വരത്തില്ല. ഇത് കണ്ടാൽ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും വരത്തില്ല, വഴി തെറ്റി പോകും. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? സ്റ്റോപ്പ് ചെയ്യാൻ അത് എത്രയും അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും അച്ഛനും പ്രശ്നങ്ങൾ, സമൂഹത്തിനും പ്രശ്നങ്ങളാണ്, ഫാമിലിയും പ്രശ്നമാണ്, അവർ തമ്മിലുള്ള കൂട്ടായ്മ വീട്ടിലെയും പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഒഴിവാക്കി കെട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ചെറിയ കുട്ടികൾ പോലും ഇവിടെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. കൊച്ചു പിള്ളേർ വരെ ഇവിടെ വന്ന് സ്കൂൾ പിള്ളേരാണ് കൂടുതലും ഇവിടെ മണ്ഡപത്തിൽ ഇവിടെ എല്ലാം നമ്മൾ ഡെയിലി കാണുന്നതാണ്. അപ്പം കറക്റ്റായിട്ടും വീട്ടിലെ മാതാപിതാക്കൾ കറക്റ്റായിട്ടും അവർക്ക് വേണ്ടിയുള്ള നിയന്ത്രണം കൊടുക്കണം. സംരക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൂടുതലും കൊച്ചു പെൺപിള്ളേരെ കൊണ്ടാണ് കൂടുതലും ഇവിടെ വന്നിരിക്കുന്നതും. സിഗരറ്റ് സ്മോക്കിംഗ് ആണ് കൂടുതലും. ഒരുപാടുണ്ട്. നമ്മൾ കണ്ടോ, നമ്മള് പറഞ്ഞില്ലേ, നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങൾ ഇവിടെ കാണുന്നത്. എല്ലാ ദിവസവും ഇന്നത്തെ ഒരു തലമുറയെ നഷ്ടപ്പെട്ടു. അത് തന്നെ പഴയ ഒരു ഇതല്ല ഇപ്പം. ശംഖു എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ നല്ല ഒരുപാട് ആൾക്കാര് വന്ന് ഇവിടെ ബീച്ചുകള് വന്ന് സമയം 10-11 മണി 12 മണി 1 മണി 2 മണിക്കൊക്കെ അവർ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. ഒരു 11 മണി 12 മണി കഴിഞ്ഞാൽ മൊത്തം വെള്ളം അടിച്ചിട്ടായാലും ലഹരി എല്ലാവരും അങ്ങനെ. അതേപോലെ കൊച്ചു പിള്ളേരാണ് ഇവിടെ വന്ന് ഭയങ്കര ചീത്തുവിളിയും ബഹളവും ആയിട്ടാണ് പോകുന്നത്. വെച്ചാൽ അത് മാതാപിതാക്കൾ വേണം അവരെ മുമ്പോട്ട് കൊണ്ടുപോയി മാറ്റിയെടുക്കുക. അല്ലാതെ സമൂഹത്ത് വന്നിട്ട് ഇങ്ങനെ 10 പേരെ ചീത്ത വിളിക്കുകയോ ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ വന്ന് 2 അടി കൊടുത്തു കഴിഞ്ഞാലും പോലീസിനെ വിളിച്ചു കൊടുത്താലും നാളെ അവർ ഇത് തന്നെ പ്രവർത്തിക്കുള്ളൂ. മാതാപിതാക്കൾ ആ ഒരു സ്നേഹം, ആ ഒരു കെയറിങ് കൊടുത്താലേ അത് അതിൻ്റെതായിട്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ പോകുള്ളൂ. അല്ലാതെ പോകില്ല, മാറ്റം ഉണ്ടാവില്ല. കൂട്ട് കൂടുന്തോറും ആൾക്കാർ പിള്ളേർ വഷളായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. നമ്മളെ പോലും അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ പാട് നോക്കി പൊക്കോളം പറയും. അവരവരുടെ ഇഷ്ടത്തിന് പോകുന്നതാണ്. കഴിവതും ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. इस समस्या के समाधान के लिए सबसे पहले तो ज्वाइंट फैमिली भी इसका एक समाधान है। अगर ज्वाइंट फैमिली हो तो एक बच्चा जो बिगड़ने लग रहा है उसको टोका टारी ठीक करने के लिए उसके ऊपर परिवार के कई सदस्य लताड़ने के लिए हो जाते हैं। उसकी टोका टारी के लिए, उसका ख्याल रखने के लिए तो नंबर 1 तो ज्वाइंट फैमिली का। प्राइमरी एजुकेशन के बाद जब उसके परिपक्वता आने लगती है आफ्टर 5th क्लास में, हाँ, तो हायर एजुकेशन में बनाएगा वो भी ठीक होएगा ना। हाँ, हायर एजुकेशन में उनके पाठ्यक्रम में भी लेसन जरूर होना चाहिए हर क्लास में, और इनकी बुराई बताई जानी चाहिए और हमारे चरित्र पर इनका क्या प्रभाव पड़ता है और फैमिली कैसे बर्बाद हो जाता है एक आदमी की वजह से, क्योंकि आगे चलकर उसने शादी भी करनी है, परिवार भी बनना है, तो उसका एक आदमी की वजह से वो बच्चे तो बना देगा लेकिन वो जल्दी इस दुनिया से अलविदा कह देगा और फिर बाद में बच्चे और उसकी पत्नी को वो सारा एक आदमी की वजह से सब कुछ उसको भुगतना पड़ता है। इसलिए हायर एजुकेशन के बजाय 6ठी से और +2 तक जरूर लेसन होना चाहिए इन चीजों के खिलाफ, इनके दोष बताने के लिए, इनकी बर्बादी किस तरह से बर्बादी के कगार पर ये पहुंचा देती हैं आदमी को और फिर परिवार को पूरे को। तो ये उनके एजुकेशन सिस्टम में भी इसका करिकुलम में लेसन होना चाहिए। तीसरी बात है सरकार को भी इस तरफ ध्यान देना चाहिए कि वो तंबाकू के प्रति वाइन शॉप में आएगा, हाँ, वाइन वगैरह इन पर लिखवा तो देती है, ये जहर है, ये आदमी को नष्ट कर देगा, फेफड़े खराब कर देगा, बंडल पर भी लिखना अनिवार्य है जो बीड़ी पीते हैं, लेकिन इसकी रोकथाम के लिए सब कुछ सरकार इनको बंद ही क्यों नहीं कर दे कि सरकार को एकदम नहीं, कम से कम धीरे धीरे जो नशीली चीजें हैं, जो उनकी फैक्ट्रियां हैं, जो उनके
संस्थान उनको धीरे धीरे कम करके एक दिन उसको बिल्कुल बंद कर दें। तो देखा जा रहा है यंग जनरेशन में ज़्यादा नशे, ड्रग्स, बीड़ी, तंबाकू ये सब ज़्यादा चल रहा है, लेकिन उसको मतलब जैसे उसको मतलब रोका जाए वो बहुत कम दिखाई दे रहा है। तो उसको रोका जाए, कोई स्टेप लेना चाहिए गवर्नमेंट को, और जो पी रहा है उन लोग को भी सोचना चाहिए कि हम लोग क्या कर रहे हैं। उन लोग को फैमिली को पता होना चाहिए कि मेरा बच्चा क्या कर रहा है। जैसे अभी अंकल ने बताया कि क्लास 5 में जब पढ़ रहा है उसका पीछे बैकग्राउंड क्या हो रहा है, और ये सब स्कूल में ध्यान देना चाहिए। बच्चे लोग को ज़्यादा से ज़्यादा काउंसलिंग करना चाहिए, काउंसलिंग करना चाहिए स्कूल में। कभी कभार काउंसलर रख के इसके बारे में बोलना चाहिए। गवर्नमेंट को भी इसके बारे में कुछ कुछ एक्शन लेकर, छोटा छोटा एक्शन लेकर इसको बंद करना चाहिए। अभी जैसे अंकल ने बताया बंद, अभी हम लोग पियेंगे तो कैसे बंद होगा? हम लोग जैसे पीना छोड़ देंगे तभी बंद हो जाएगा। इसीलिए हम लोग को ये होना चाहिए, यंग जनरेशन को होना चाहिए कि हम लोग ना पिए, वो खराब है। हम लोग जैसे 70 ईयर्स तक जीवित रहते हैं, हम लोग को वो पिएगा तो 20 साल और भी कम हो जाएगा। तो हम लोग को चाहिए नहीं पीना, जितना चाहिए नहीं पीना। मैं यही यंग जनरेशन के कहना चाहता हूँ, आप मेरा भाई लोग हो, जैसे केरल में हो, अच्छा हो, सब ऑल स्टेट को बोलना चाहता हूँ, यंग जनरेशन को खासली स्पेशली यंग जनरेशन को बोलना चाहता हूँ कि नशा, बीड़ी ये सब बंद करो, मत पियो, अल्कोहल सब कुछ बंद करो। ड्रग्स में सब कुछ बंद करो। अपना लाइफ को अच्छा बनाओ, फिजिकली अच्छा बनाओ, सुबह सुबह ग्राउंड में जाओ, मेंटली ठीक रखोगे, फिर ये सब ध्यान नहीं आएगा। और अपने पापा मम्मी को खुश रखो और अपना लाइफ को ज़्यादा से ज़्यादा अच्छा बनाओ। एवं और भी और बोल लूँ लास्ट में, बस धर्म का विषय में चलो, फिर ये सब दिमाग में और भी नहीं आएगा। ये केरला बहुत अच्छा सिटी है, गॉड्स ऑफ स्टेट बोला जाता है। ഗവൺമെന്റ് ലോസ് സ്ട്രിക്റ്റ് ആക്കണം. പിന്നെ നമ്മൾ തന്നെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കണം. പിന്നെ പാരന്റ്സിനൊക്കെ അറിയിക്കാൻ, അങ്ങനെ കൗൺസിലിംഗ്. പക്ഷെ അതിപ്പം അത്ര നടക്കുന്നില്ല. ലോസ് മെയിൻലി സ്ട്രിക്റ്റ് ആക്കണം എന്നുള്ളതാണ്. പിന്നെ ഫാമിലിയും കുറച്ച് സപ്പോർട്ടീവ് ആവണം. നമ്മൾ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സ്പേസ് അവരുണ്ടാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് തന്നെ ലോങ് ടേം ആയിട്ട് ഭയങ്കര ലൈഫ് തന്നെ ഭയങ്കരമായിട്ട് മോശമാവുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ മാക്സിമം അതിലേക്ക് പോകാണ്ടിരിക്കുക ഫസ്റ്റ്. പിന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.